ബി.ജെ.പിക്ക് വളരെയേറെ ചേർന്ന പ്രസിഡന്റിനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, ആരും അറിയാത്ത ഒരു ആളെയാണ് നരേന്ദ്രമോദി തൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റായി നിയമിച്ചത്. ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു കാര്യവുമില്ല, മറിച്ച് അവർ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നത് പോലെ തന്നെയുള്ള സെലക്ഷനാണ് ഇവിടെയും നടത്തിയത്. മോദിയുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ആവുമ്പോൾ മോദിയെക്കാളും വിവരമില്ലാത്ത വെറും പാവയായിരിക്കണമെന്ന് മോദിക്ക് നിർബന്ധമായിരുന്നു. അത് മാത്രവുമല്ല, മോദി എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുടുംബാധിപത്യത്തിന്റെ തെളിവും കൂടിയാണ് ഈ പുതിയ പ്രസിഡന്റ്. ബി.ജെ.പിക്ക് ചേർന്ന തനി പമ്പര വിഡ്ഢിയാണ് അയാളെന്ന് തെളിയിക്കുന്ന അയാളുടെ തന്നെ വാക്കുകൾ നമുക്ക് അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോദി തൻ്റെ പാർട്ടിയുടെ പുതിയ പ്രസിഡന്റിനെ നിയമിച്ചപ്പോൾ അയാളുടെ പേര് കേട്ടപ്പോൾ ബി.ജെ.പിയിൽ ഉള്ളവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഇയാളെന്ന് ഓർത്ത്. ഇതുവരെ ഇങ്ങനെയൊരു ആൾ ബി.ജെ.പിയിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ ആരും കേട്ടിട്ടില്ലാത്ത, ആരും അറിയാത്ത, തൻ്റെ താളത്തിന് തുള്ളുന്ന ഒരു പാവയെ തന്നെ മോദി നിയമിച്ചു. എന്നാൽ കോൺഗ്രസിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കുടുംബാധിപത്യം നിലനിർത്തുന്നതിന് മോദി മറന്നുമില്ല. ബി.ജെ.പി എം.എൽ.എ നവീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനാണ് നിതിൻ നാബിൻ എന്ന ബി.ജെ.പിയുടെ പാവ പ്രസിഡന്റ്. ബീഹാറിൽ നിന്നുള്ള എം.എൽ.എ ആണ് ഇയാൾ. എന്നെ കാണുന്ന നിങ്ങളിൽ 1% പേർ പോലും ഇയാളുടെ പേര് കേട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരാൾ ബി.ജെ.പിയിൽ ഉണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ ആരും കേൾക്കാത്ത, ആരും അറിയപ്പെടാത്ത, മോദിയുടെ താളത്തിന് തുള്ളുന്ന ഒരു മരപ്പാവ. എന്നാൽ ബി.ജെ.പിയിലുള്ള മോദി ഉൾപ്പെടെയുള്ള എല്ലാവരെയും പോലെ തന്നെ വിഡ്ഢിയാണ് ഇയാളെന്ന് സ്വന്തം വാക്കുകളിലൂടെ ഇയാൾ തെളിയിച്ചിരിക്കുകയാണ്. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് അറിയാമോ? ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്. മുൻ എം.എൽ.എയുടെ മകൻ ആയിട്ട് കൂടി വിദ്യാഭ്യാസ യോഗ്യത 12ാം ക്ലാസ്. അത് പാസ്സായിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് രേഖകൾ നോക്കുമ്പോൾ കാണുന്നത്. ഇയാളുടെ യോഗ്യത തെളിയിക്കുന്ന പ്രസംഗം കേട്ടുകൊള്ളൂ. जिस कवि गुरु ने इस राज्य को ही नहीं पूरे देश को शिक्षा की नई पद्धति दी, जिसके लिए नोबेल शांति पुरस्कार दिया गया, वैसे आज रविंद्रनाथ ठाकुर जी को भी स्मरण कर रहा हूं. അയാൾ പറയുന്നത് വിദ്യാഭ്യാസത്തിന് വളരെയേറെ സംഭാവന നൽകിയതിന് ഗുരുജി രവീന്ദ്രനാഥ് ഠാക്കൂറിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്ന്. ഒറ്റ സെന്റൻസ് കൊണ്ട് ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആകാൻ, മോദിയുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യൻ ഇയാളല്ലാതെ മറ്റാരുമല്ല എന്ന് ഇയാൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. രവീന്ദ്രനാഥ് ഠാക്കൂറിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു എന്ന്. ആദ്യം തന്നെ രവീന്ദ്രനാഥ് ഠാക്കൂർ അല്ല, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമല്ല ലഭിച്ചത്, മറിച്ച് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാണ് 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത്. ഗുരുദേവൻ രവീന്ദ്രനാഥ് ഠാക്കൂർ അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനകളുടെ പേരിൽ സമാധാന നോബൽ സമ്മാനം ലഭിച്ചു. അടിപൊളിയാണ്. മോദിക്ക് ചേർന്ന ഉത്തമനായ പ്രസിഡന്റ്. മന്ദഭക്തർക്ക് വളരെയേറെ അഭിമാനിക്കാം. അവരുടെ കുന്നിക്കുരുവിന്റെ വലിപ്പമുള്ള തലച്ചോറുള്ള, യാതൊരു വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത, അവരെ പോലെ തന്നെയുള്ള ഒരു പാർട്ടി പ്രസിഡന്റിനെ ലഭിച്ചതിൽ. ഈ പ്രസംഗം പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് എഴുതിയത് ഇങ്ങനെയാണ്: ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അറിവില്ലായ്മയും യാതൊരു മടിയുമില്ലാതെ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള കഴിവുമാണ്. ബി.ജെ.പിയുടെ ഏറ്റവും പുതിയ പ്രസിഡന്റ് നിതിൻ നാബിൻ പറയുകയാണ്, ഗുരുദേവൻ രവീന്ദ്രനാഥ് ടാഗോറിന് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചു എന്ന്. അല്ല സാറേ, അത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമായിരുന്നു 1913. പക്ഷേ വസ്തുത എന്നുള്ളത് നിങ്ങൾക്ക് കാര്യമുള്ള കാര്യമല്ലല്ലോ. അവർ പറഞ്ഞത് വളരെ ശരിയാണ്. മോദിക്കും ബി.ജെ.പിക്കും അവരുടെ മന്ദഭക്തർക്കും വസ്തുത, അറിവ്, വിവേകം എന്നിവ ഹറാമാണ്. അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾക്ക് ആ പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിലെ വിവേകശൂന്യരായ, സംസ്കാരമില്ലാത്ത ആളുകളുടെ കൂട്ടമാണ് അത് എന്ന് അവർ തന്നെ ദിനം പ്രതി തെളിയിക്കുകയാണ്. അവരുടെ പുതിയ ഈ പാവ പ്രസിഡന്റിന്റെ ഈ അപാരമായ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?